കസ്റ്റമറിന്റെ ഡാറ്റ ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ലീഡ്സ് എടുത്തു, ഇപ്പൊ എങ്ങനെ ലീഡ്സ് മാനേജ് ചെയ്യുന്നു? എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യും, എന്നിട്ട് ഓപ്പൺ ചെയ്യും, അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷെ അത് റിലയബിൾ അല്ല. കാരണം ഞാൻ പ്രാക്ടിക്കലി പറയാം, ഞാൻ പ്രോപ്പറായിട്ട് CRM ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു 14 ലക്ഷം രൂപ ഞാൻ ആഡിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. CRM യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു 3-4 വർഷം കൊണ്ട് ഈ 14 ലക്ഷം ഞാൻ സ്പെൻഡ് ചെയ്തെടുത്ത ഡാറ്റ പല എക്സലുകളിൽ പല സ്ഥലത്ത് പോയി. അത് പോയി. ഓക്കെ, എനിക്ക് എത്ര നഷ്ടം? 14 ലക്ഷത്തിൽ ഓൾമോസ്റ്റ് ഞാനൊരു 14,000 ഡാറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് ആയ കസ്റ്റമേഴ്സ് ചിലപ്പോൾ മാക്സിമം 1000 ഉണ്ടാവുമായിരിക്കും. ബാക്കി ഡാറ്റ മൊത്തം പോയി. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തം പോയില്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ CRM യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ എൻ്റെ 68,000 ഡാറ്റ ഉണ്ട്. 68,000 ഡാറ്റ CRM-ൽ ലൈവായിട്ടുണ്ട്. ഇപ്പൊ നാളെ ഫേസ്ബുക്ക് നിന്നും പോയാലും എനിക്ക് വിളിച്ച് കൺവേർട്ട് ചെയ്യാൻ 68,000 പേര് ഇപ്പൊ കയ്യിലിരിക്കുന്നുണ്ട്. പക്ഷെ ഈ 68,000 ഡാറ്റ മാനുവലി എൻട്രി ചെയ്യുന്ന സീനാണ് ആലോചിക്കുക. അവിടെയാണ് നിങ്ങൾക്ക് ഓട്ടോമേഷൻ ഫോർ സിങ്കിങ് ദി കോൺടാക്ട്സ് യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ ഗൂഗിളിൽ വരുന്ന എൻക്വയറി, ലിങ്ക്ഡിനിൽ വരുന്നത്, ഫേസ്ബുക്കിൽ വരുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്, അല്ലാതെ വരുന്ന റെഫറൻസ്, വെബ്സൈറ്റ് വഴി വരുന്ന റെഫറൻസ്, ഇതെല്ലാം നിങ്ങളുടെ ഒരു യൂണിഫൈഡ് സിസ്റ്റത്തിലേക്ക് ലിങ്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് പിന്നീട് അറിയാൻ പറ്റും. പക്ഷെ അവിടെ മാനുവലി ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. CRM എന്ന് പറഞ്ഞാൽ ബേസിക്കലി സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അത് ഏജൻസികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഏജൻസികളിൽ നിങ്ങൾ എവിടെയും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കണക്ട് ചെയ്യാം. പക്ഷേ ബേസിക്കലി നിങ്ങളുടെ ഡാറ്റ മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് CRM എന്ന് പറയുന്നത്.